ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ വർഷം 5 കളിക്കാരാണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത്. ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരായ നാഗ്പൂരിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പർ KS ഭരത്തിനും മധ്യനിര ബാറ്ററായ സൂര്യകുമാർ യാദവിനും കന്നി ടെസ്റ്റ് ക്യാപ്പ് അന്ന് ലഭിക്കുകയുണ്ടായി. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ അതിനുശേഷം വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഇഷാൻ കിഷനെ ഇന്ത്യ പരിഗണിച്ചു. ഓപ്പണിംഗ് ബാറ്റർ യശസ്വി ജയ്സ്വാൾ, വലങ്കയ്യൻ പേസറായ മുകേഷ് കുമാർ എന്നിവർക്കും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ അരങ്ങേറ്റം സാധ്യമായി. അതുപോലെ ഏകദിന ക്രിക്കറ്റിൽ ഈ വർഷം 2 താരങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കാനായത്. വലങ്കയ്യൻ പേസറായ മുകേഷ് കുമാറും യുവ ഓൾറൗണ്ടർ തിലക് വർമ്മയുമായിരുന്നു അത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ബ്രിഡ്ജ് ടൗണിൽ വെച്ച് നടന്ന കളിയിലായിരുന്നു മുകേഷ് കുമാറിന്റെ അരങ്ങേറ്റം. ഇന്ത്യ 5 വിക്കറ്റിന് ജയിച്ച മത്സരത്തിൽ 1 വിക്കറ്റ് നേടാനെന്ന് മുകേഷിന് കഴിയുകയും ചെയ്തു. ഏഷ്യാ കപ്പിൽ ബംഗ്ലാദേശിനെതിരെ കളിച്ചുകൊണ്ടാണ് തിലക് വർമ്മ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. കൊളംബോയിൽ വെച്ച് നടന്ന കളിയിൽ തിലക് വർമ്മ 5 റൺസ് എടുത്തെന്ന് പുറത്താവുകയായിരുന്നു, നിരാശപ്പെടുത്തി. ഈ കളിയിൽ ടീം ഇന്ത്യ 6 റൺസിന് തോൽക്കുകയും ചെയ്തു. അതുപോലെ T20 ക്രിക്കറ്റ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ